സ്വയംഭോഗം ചെയ്യുന്നവർ ഇത് കണ്ടിട്ട് സ്വയംഭോഗം ചെയ്യണമെന്ന് ആരെയാ? ആ ഡോക്ടറുടെ എന്തെങ്കിലും വല്ല ഡോക്ടറിന്റെ വേഷം കെട്ടി നിൽക്കുന്ന മറ്റേ ജോണി സിൻസ് ഒക്കെ നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഏതോ പോൺ ആക്ടറുടെ തുണ്ടാണോ അത്? ഇത് പ്രത്യേകം കാണണമെന്ന് പറയാൻ ഓരോ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെ ടൈറ്റിലും തമ്മിലും കണ്ടു കഴിഞ്ഞാൽ സ്വയംഭോഗം ചെയ്യുന്നവർ ഇത് കാണണമെന്ന്. അതേതെങ്കിലും ഫോണൊക്കെ കണ്ടാ സ്വയംഭോഗം ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇനിയിപ്പോൾ നേരിട്ട് വല്ല കാണാൻ പറ്റുന്ന അവസരം ഉണ്ടെങ്കിൽ ഓക്കെ, അവിടെ നിന്നും വേണം സ്വയംഭോഗം ചെയ്യാം. അല്ലാതെ ഇവള് കാണിക്കുന്ന വീഡിയോ കണ്ടിട്ട് എങ്ങനെയാ സ്വയംഭോഗം ചെയ്യുന്നത്? ഇതൊന്നുമല്ല, ഉപദേശം എങ്ങനെ ചെയ്യണം, എത്ര പ്രാവശ്യം ചെയ്യണം എന്നൊക്കെ പറയുന്ന ഊള വീഡിയോ ഉണ്ടല്ലോ ഇവിടുത്തെ, അതാണ് ഈ കാണുന്നത്. അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അയ്യോ, സെക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആണുങ്ങൾക്ക് എന്താണ് ഇഷ്ടം, പെണ്ണുങ്ങൾക്ക് എന്താണ് ഇഷ്ടം, പിന്നെ അവിടെ തൊട്ടാൽ ഇവിടെ തൊട്ടാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. ഇതൊക്കെ കാണാനും ആളുണ്ട്. ഒരു പ്രത്യേക ജീവിതമുള്ള ആൾക്കാരുണ്ടെന്നേ. ഇപ്പോൾ ഓരോരുത്തർക്ക് സ്വയംഭോഗം ചെയ്യാൻ തോന്നുമ്പോൾ അങ്ങ് ചെയ്യുക എന്നുള്ളതാണ്, അറിയാവുന്ന പോലൊക്കെ. ഇതറിയാൻ ഇവളുടെ വർത്തമാനം കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഇടുമ്പോൾ ഒരു പെണ്ണിന്റെ പടം കൊണ്ട് അവൾ ചെന്ന് പറയുന്നതൊക്കെ ഇട്ട് സൂഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. എന്തൊരു അവസ്ഥയാന്ന് നോക്കിക്കോണേ. ഇങ്ങനത്തെ കുറെ പഠിപ്പീരുകാർ. വേറൊരുത്തി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അവരാണ് സൈക്കോളജിസ്റ്റാണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. മറ്റേ മരത്തിന് എഴുതിയിട്ട് താത്ത തലക്കെട്ടൊക്കെ കിട്ടിയൊരു പെണ്ണ്. അവരുടെ കണ്ടന്റ് മൊത്തം ഇതാ, ഇങ്ങനത്തെ ഓരോന്നാ. മൊത്തമൊന്നല്ല, മെജോറിറ്റി വീഡിയോസ് ഇത്ര അലവലാതി കഥകൾ വന്ന് പറയുക. അപ്പോൾ ഈ താത്ത പറയുന്നത് അമ്മായി അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു യുവാവും മരുമോനുമായി ഏർപ്പെട്ട അമ്മായിയമ്മ പൊട്ടിക്കരഞ്ഞു, അമ്മായിയമ്മ പറഞ്ഞത് കേട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ടൈറ്റിൽ അടിച്ച് വെച്ചേക്കോ. ഇവിടെ ഉള്ള ആറുകൾ ഇവിടെ ഞാനിത് ചാടിക്കയറി കണ്ടു, പക്ഷെ കേൾക്കാൻ നിന്നില്ല. അങ്ങനത്തെ ടൈറ്റിൽ കാണുക. അപ്പോൾ ടൈറ്റിൽ കാണുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യും. കാരണം ഇത്തിരി മണ്ടത്തരം പറയുന്നത് ഒരുപാട് നേരം കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇവരുടെ വീഡിയോക്കൊക്കെ ലെങ്ത് ഉണ്ട്. നോക്കിയപ്പോൾ ഞാൻ അവരുടെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ കൂടുതലും ഇങ്ങനത്തെ വീഡിയോസ് ടൈറ്റിലാണ് കിടക്കുന്നത്. വീഡിയോ ഒന്നും കാണാനൊന്നും പോകത്തില്ല. കാരണം അതിപ്പോൾ അത്ര സമയം നമുക്ക് പിന്നെ ദേഷ്യം കയറി കണ്ടു തീർന്നതിന്. അപ്പോൾ അമ്മായിയമ്മ മരുമോനൊക്കെ ആയിട്ട് സെക്സ് ചെയ്തു എന്ന് പറയുന്ന കഥയൊക്കെ പറഞ്ഞ് ആളെ കൂട്ടുക. എന്നിട്ട് കൗൺസിലറാണെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല എന്തുവാന്ന്. പിന്നെ ആളുടെ പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. തോന്നിയ പോലെ കഥ പറഞ്ഞാൽ പോലും ഇപ്പോൾ ഞാൻ ഇരുന്ന് ഓരോ ദിവസം പറയാൻ തുടങ്ങിയാൽ ഇതുപോലെ തോന്നിയ പോലെ കഥകളൊക്കെ ഉണ്ടാക്കി വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം. എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ വന്ന് കണ്ടിരുന്നു. അയാൾക്ക് രാത്രി കള്ളു കുടിച്ചിട്ട് അയാൾ ഞാൻ നോക്കുമ്പോൾ ബോധമില്ലാതെ വണ്ടിയെ വന്ന് ഇടിച്ചെന്ന് പറഞ്ഞാൽ വന്ന് ഇടിക്കുമല്ല, അങ്ങനെ ഒരു ആക്സിഡൻ്റ് അല്ല, വന്നിട്ട് ഇങ്ങനെ തട്ടി. അപ്പോൾ ഞാൻ ജനൽ തുറന്നപ്പോൾ അയാൾ പറഞ്ഞു അയാൾ അവിടെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ എടുത്ത് പോയതാണ്, അപ്പുറത്താണ്, അത് നല്ലതാണ്, താനും വേണമെങ്കിൽ കയറിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, അതന്നെ അല്ല, അങ്ങനല്ല, അത് പ്രത്യേകത ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചത് എന്തായിരിക്കും ഇയാളിങ്ങനെ പറയാൻ കാര്യം. പിന്നെ എനിക്ക് മനസ്സിലായത് അയാൾ ഇത് മാർക്കറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളാണ്. അയാൾ പലരോടും അത് തന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അയാൾ കള്ളു കുടിച്ച് ബോധമില്ലാത്തവരെ അഭിനയിച്ച്. അപ്പോൾ എല്ലാവരും വിചാരിക്കത്തില്ല ജെനുവിനാണെന്ന്. മറ്റേ ഒരാൾ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പേടി വരും. ഇതങ്ങനെയൊന്നുമല്ല, പേടിക്കാനൊന്നും ഇല്ലാത്ത പോലെ. അല്ലെങ്കിൽ ഈ എന്താണ് വളരെ അയാളങ്ങനെ ഇത്രയും പെരുത്ത് അവിടെ ചെന്നു, പക്ഷെ അയാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥ ഞാൻ അടിച്ചു വിട്ടാൽ ചിലപ്പോൾ ചിലരൊക്കെ വിശ്വസിക്കുമായിരിക്കും അല്ലേ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മറ്റ് പല പിന്നെ വേണം ഞാൻ പോയ പോലെയോ പോയി നോക്കിയപ്പോൾ ശരിയാ, നല്ല പരിപാടിയായിരുന്നു, സൂപ്പർ എന്നൊക്കെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കേട്ടിരിക്കാനും ആളുകളാണ്. ഇതുപോലത്തെ കള്ളക്കഥയൊക്കെ പറയാൻ വലിയ പാടില്ല. ചിലപ്പോൾ ഉള്ളതായിരിക്കും കേട്ടോ. കള്ളക്കഥ എന്നല്ല ഈ അമ്മായിയപ്പനും അമ്മായിയമ്മയും മരുമോളും അങ്ങനത്തെ കേസ് കിട്ടുന്നതൊക്കെ ഇതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ വലിയ ആന മറിക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെയും സംഭവിക്കാം, എങ്ങനെ വേണേൽ സംഭവിക്കാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു കണ്ടന്റ് ആക്കി പറയാൻ നല്ല രസമാണ്. പക്ഷെ എത്ര സൈക്കോളജിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കൂടുതൽ ചീപ്പ് സൈക്കോളജിസ്റ്റാണ് ഇതും ഇങ്ങനത്തെ കഥ പറഞ്ഞു നടക്കുന്നത്. കൊള്ളാവുന്ന സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒന്നും ഇങ്ങനെയൊന്നും പറയത്തില്ല വന്നിരുന്നുണ്ട്. പ്രൊഫഷണലി അത്ര നേട്ടം ഇല്ലാതാവുമ്പോൾ യൂട്യൂബ് വഴി ഇങ്ങനെ ആളെ പറ്റിക്കുന്നൊരു മാർഗം കണ്ടെത്തിയിട്ട് കുറേ പറ്റിക്കൽ പരിപാടിയായിട്ട് ഇറങ്ങാൻ മാർക്കറ്റ് ചെയ്യുന്നു. അപ്പോൾ മാർക്കറ്റിംഗ് കൂട്ടി ആൾക്കാരെ പറ്റിക്കുന്നു, അത്രേ ഉള്ളൂ. പറ്റിക്കാത്തവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർക്കുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ നോക്കും. അവർ ആ ജോലിയിലായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നതേ. അവർക്ക് അധികം ക്ലയൻസും കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ ചർവറ വാരി വിതറിയൊന്നും പോകുന്നവരായിരിക്കത്തില്ല. അവരുടെ ക്ലയൻസ് ചിലപ്പോൾ കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആവാൻ സാധ്യതയുണ്ട്. ഈ സൈക്കോളജി കൗൺസിലിംഗ് സർവീസസ് ആവശ്യമുണ്ട് എന്നോട് ചോദിച്ചാൽ മതി. എനിക്ക് ഒത്തിരി സൈക്കോളജിസ്റ്റുകളെ അറിയാം. പലരും പല റേറ്റിലൊക്കെയാണ്, പക്ഷെ എങ്കിൽ പോലും കൊള്ളാവുന്ന ആൾക്കാരെ അറിയാം. സൈക്കാട്രിക് കേസ് ആണെങ്കിൽ പോലും അതിന് വേണ്ടുന്ന ഈ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ സൈക്കോളജി കൗൺസിലിംഗ് സർവീസസോ ഒക്കെ കൊടുക്കുന്ന ആൾക്കാർ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഒത്തിരി പേര്. അതൊക്കെ ചെയ്യാൻ പറ്റും. എറണാകുളത്താണെങ്കിൽ പിന്നെ ഒട്ടും പേടിക്കണ്ട, പറഞ്ഞാൽ മതി, വേണ്ട സ്ഥലത്ത് എത്തിച്ചേരാം. ഇവിടെയാണ് നേരിട്ട് ഇടപെടാം. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങൾ അത്ര എളുപ്പമല്ല, എങ്കിൽ പോലും നടത്താം, വലിയ കാര്യമൊന്നുമല്ല. സൈക്കോളജി കൗൺസിലിംഗ് ഒക്കെ ഓൺലൈനിൽ ചെയ്യുന്നവരുണ്ട്, അവരെ കണക്ട് ചെയ്ത് തരാം, നല്ല ആൾക്കാർ.
പിന്നെ ഈ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിന്നിട്ട് അറിയാമോ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണമുണ്ട് യൂട്യൂബിൽ. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരും. ഇനി ഇവരെന്ന് പറയുന്നത് ഇതാ പരിപാടി. ഇങ്ങനത്തെ കുറേ നമ്പർ കാണിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എന്നാൽ ഒരു കൗൺസിലിംഗ് വേണം, ഇവരുടെ അടുത്ത് പോകാൻ താല്പര്യമില്ല എന്നുള്ളവർ മാത്രം കണക്ട് ചെയ്തത്, അല്ലാത്തവർക്ക് അങ്ങോട്ട് തന്നെ പൊക്കൂ. അതുകൊണ്ട് ഞാൻ വേറെ കണക്ട് ചെയ്ത് തരാം. വേറെ ഒത്തിരി പേരുണ്ട് എനിക്കറിയാവുന്ന. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ട്, പുള്ളിക്കാരി അടിപൊളിയാണ്. ഇങ്ങനത്തെ കച്ചറൊന്നും അവരുടെ പ്രൊഫൈലിൽ എങ്ങും കണ്ടിട്ടില്ല ഞാൻ. വളരെ മര്യാദയ്ക്ക് വീഡിയോ ഇടുന്നു പോകുന്നു. അവർക്ക് കുറേ ക്ലയൻസ് ഉണ്ട്, അവരോട് സംസാരിക്കുന്നത്. പക്ഷേ റേറ്റൊക്കെ എത്രയാണെന്ന് വെച്ചാൽ ഇച്ചിരി കൂടുതലാണ്. അവർ എത്രയും വേറെ രീതിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ചാർജ് കൂടുതലായിരിക്കും. അതിനകത്ത് കോംപ്രമൈസ് ചെയ്യത്തുമില്ല. കാരണം ഈ ബ്രാൻഡഡ് സാധനങ്ങൾക്ക് വില ഇട്ടേക്കുന്ന പോലെ വിലയിടിയിലാണ് ഇട്ടേക്കുന്നത്. അതുമല്ല 2 സെഷൻ കൊണ്ടൊക്കെ പരിപാടി തീർക്കണം, അങ്ങനെയുണ്ട്. ഇതിൻ്റെ സ്പീഡൊക്കെ നോക്കും. എല്ലാം 3ാമത്തെ സെഷൻ കൊണ്ട് പരിപാടി തീരുന്നില്ല അവർ കൈ ഒഴിയും, അല്ലാതെ വെച്ചോണ്ടിരിക്കത്തില്ല. പിന്നെയും പറഞ്ഞ് പറ്റിച്ച് സമയം കളഞ്ഞ്. ഇവരിപ്പോൾ ഒരു 5000 രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ മറ്റേ അത് 3 പ്രാവശ്യമായിട്ട് മേടിക്കും 2000 വെച്ച്. അപ്പോൾ 6000 രൂപ അയാളെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് അങ്ങനെയല്ല, 2-3 സിറ്റിംഗ് കൊണ്ട് പരിപാടി തീർക്കണം. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതറിയാത്തവർക്ക് ചിലപ്പോൾ പിന്നെ ഇവരുടെ അടുത്ത് തന്നെ ഒന്ന് ഉപദേശം എടുത്തില്ല അടക്കായി പോലത്തെ അവസ്ഥയൊക്കെ ഉണ്ടാക്കും ഇവർ. ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് സമയം കളയും. 1 മണിക്കൂർ കൗൺസിലിംഗ് സെഷൻ വെച്ചിട്ട് ആ 1 മണിക്കൂർ കൊണ്ട് വലിയ പ്രൊഡക്റ്റീവ് അല്ല, എന്നാൽ വേറെ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ജസ്റ്റ് കോൺടാക്ട് മീ. ഈ ഫേസ്ബുക്ക് പേജിലൊക്കെ മെസ്സേജ് ഇട്ടാൽ മതി. ചെകുത്താൻ 2024 എന്നൊക്കെ പറയുന്ന ഫേസ്ബുക്ക് പേജിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി, അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ.